എടാ, ഈ ആളുകളോട് എങ്ങനെ ഇത്ര സിമ്പിളായിട്ട് നോ പറയണത്? എനിക്കൂടെ തീരെ പറയാൻ പറ്റുന്നില്ലേ? എടാ എല്ലാവർക്കും ഉണ്ടാ പ്രശ്നം. ഇപ്പോൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച സമയത്ത് അതുകൊണ്ടാണ് ഇതിങ്ങനെ മാറിയത്. അനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണേൽ കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം. ആണോ? ആ. ഓക്കെ. ഫസ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് അവരിങ്ങനെ റിജക്റ്റ് ചെയ്യരുത്. ആദ്യം അവർ പറഞ്ഞ കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ മൂവിക്ക് പോകാൻ പ്ലാൻ ഇടാൻ വിചാരിക്കും. അപ്പോൾ എന്താ പറയുക, മൂവിക്ക് പോകണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അതേ പറ്റില്ല എന്ന് പറയരുത്. ആ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ പ്ലാൻ ഇതിലേക്ക് എന്തൊക്കെ മാറ്റിയാലോ, എടാ അവനവിടെ ഫ്രീ ആണ്, നീ അവനെ കൂട്ടിക്കോ, എന്തെങ്കിലും അവർക്ക് സജസ്റ്റ് ചെയ്യാം. അവരെ നമ്മൾ കഴിയരുത്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്ന് പറയുമ്പം ഒരാൾ പെട്ടെന്നൊരു കാര്യമായിട്ട് വരുമ്പോൾ നമുക്ക് യെസ് പറയണോ നോ പറയണോ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ കുറച്ച് സമയം നമ്മൾ എടുക്കാം. എടാ ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് റിപ്ലൈ എന്നാൽ മതിയോ, നമ്മൾ അവരോട് തന്നെ സമയം ചോദിക്കാം. സിമ്പിളായിട്ട്. നീ ഇപ്പോൾ ബിഗിന്നർ അല്ലേ, അപ്പോൾ നീ 3 സ്റ്റെപ്സ് അറിഞ്ഞിരിക്കുക, കുറേ ഉണ്ട്. പിന്നെ പറഞ്ഞു നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, റെഡി ആവും.